പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ നാം ഒരു ഭോഷനായ ധനികനെ കാണുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കി കൂട്ടിയിട്ട് ഇനി അതെല്ലാം ആസ്വദിച്ച് ജീവിക്കാമെന്ന് ചിന്തിച്ച് സന്തോഷത്തോടെയും അതിലേറെ അഹങ്കാരത്തോടു കൂടിയും ഇരിക്കുമ്പോഴാണ് ദൈവം അവനോട് ഇപ്രകാരം പറയുന്നത്: ഇന്ന് നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ നിരന്തരം നെട്ടോട്ടമോടുന്നത്. അത് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭൗതിക വസ്തുക്കൾ അനിവാര്യമാണ്. എന്നാൽ ഈ ഓട്ടങ്ങൾക്കിടയിലും മനുഷ്യ മനസ്സ് എന്തിനോ വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇത്തിരി വിശ്രമം ലഭിക്കാൻ കൊതിക്കുന്നുമുണ്ട്. താൻ ഇത്രയും നാൾ ഓടിയത് നിഷ്ഫലമായ എന്തിനോ വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, നാം കണ്ടുമുട്ടുന്നതിനെയെല്ലാം ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരണം എന്നാണ്. നശ്വരങ്ങളായ വസ്തുക്കളെയെല്ലാം അനശ്വരങ്ങളാക്കി തീർക്കുന്നത് അപ്രകാരമാണ്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആകുലരാകാതെ വ്യഗ്രചിത്തരാകാതെ ദൈവാശ്രയത്തിൽ വളരാൻ. നശിച്ചു പോകുന്ന ഒന്നിനും നമ്മെ ആനന്ദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കുറച്ചു നിമിഷത്തെ ആനന്ദം മാത്രം അത് നൽകുന്നു. പ്രതീക്ഷയോടെ കെട്ടിപ്പൊക്കിയതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തകർന്നു വീഴുന്നത് ഈ ദിവസങ്ങളിൽ നാം കാണുന്നുണ്ട്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. കുറച്ചു നിമിഷമെങ്കിലും നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കാം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും എന്നരുൾ ചെയ്ത ഈശോയുടെ അടുത്തേക്ക്, യഥാർത്ഥ നിക്ഷേപത്തിന്റെ ഉറവിടത്തിലേക്ക് നാം കണ്ടുമുട്ടുന്നവരെയും ഇനി കണ്ടുമുട്ടാൻ പോകുന്നവരെയും നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എല്ലാം നേടിയിട്ടും ആത്മാവ് നശിച്ചാൽ നാം ആ ഭോഷനായ ധനികനെ പോലെ ആയിത്തീരും. സൃഷ്ടവസ്തുക്കൾ ദൈവസ്തുതിക്കായി നമ്മെ സഹായിക്കുന്നതാക്കി നാം മാറ്റണം. അവയോടുള്ള ആകർഷണത്തെക്കാൾ ഉപരി അവയിൽ ദൈവത്തിന്റെ സൗന്ദര്യം നാം കണ്ടെത്തണം. ഒളിമ്പിക്സിലും മറ്റു പല മത്സര കളരികളിലും വിജയികളാകുന്നവർ കുരിശ് ഉയർത്തി കാണിക്കുന്നു, അത് ചുംബിക്കുന്നു, അവരുടെ വിശ്വാസം ഏറ്റുപറയുന്നു. ഇതൊക്കെ മാധ്യമങ്ങളിൽ നാം കാണാറുണ്ട്. കാരണം വിജയം നൽകുന്നത് കർത്താവാണ് എന്ന ബോധ്യവും ഓരോ വിജയവും എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം എന്ന ദൃഢവിശ്വാസവുമാണ് അവരെ ലോകജനതയ്ക്ക് മുന്നിൽ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ക്ഷണികമായ സന്തോഷത്തെ അങ്ങനെ അവർ നിത്യാനന്ദമാക്കി പരിണമിപ്പിക്കുന്നു. എല്ലാ അറിവും നേടാനും ലോകം മുഴുവൻ തൻ്റെ അറിവിലൂടെ കൈപ്പിടിയിലൊതുക്കുവാനും ശ്രമിച്ച് നശ്വരതയുടെ പിന്നാലെ പാഞ്ഞു നടന്ന ഒരു യുവാവായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. എന്നാൽ ആത്മാവ് നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയായി മാറി. ലോകത്തിൻ്റെ സൃഷ്ടിയുടെ നശ്വരത അഗസ്റ്റിൻ്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ജ്ഞാനിയായി തീർന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറഞ്ഞ് തീഷ്ണതയാൽ ജ്വലിച്ച് വലിയൊരു വിശുദ്ധനായി അദ്ദേഹം മാറി. നമ്മുടെയും ആന്തരിക നേത്രങ്ങൾ തുറക്കാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ സഹായം നമുക്ക് തേടാം. അനശ്വരനായ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഉയർത്താം. എല്ലാവർക്കും സ്നേഹത്തോടെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സമാപന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ അഗസ്തീനോസിനെ തിരുസഭയുടെ സംരക്ഷകനായി നൽകിയ അങ്ങേ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് തിരുസഭയ്ക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദരിദ്രരുടെയും ആലംബഹീനരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് യാതൊരു ഉപാധികളും കൂടാതെ തികഞ്ഞ എളിമയോടുകൂടെ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.